So next chapter waves. The first question: the equation of a wave is represented by y equal to 10 raised to minus 4 sine 100 t minus x by 10, where x in meter, t is in seconds. Then the velocity of the wave. അപ്പോൾ വേവിൻ്റെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ y is equal to 10 raised to minus 4 sine 100 t minus x by 10 ആണ്. നമുക്കറിയാം y equal to a sin omega t minus kx. കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ is equal to 100, k എന്ന് പറയുന്നത് 1/10. ദെൻ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. v is equal to omega by k ആണ്. സോ ഒമേഗയുടെ വാല്യൂ 100, k 1/10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1000 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി വേവ്, ട്രാവലിംഗ് വേവ്, v is equal to omega by k. k എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. k is equal to 2π/λ ആണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10⁻⁴ ആണ്. നമുക്കത് ആവശ്യമില്ല. ഒന്നെങ്കിൽ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ ടി മൈനസ് കെ എക്സ്, അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി. സോ ആൻസർ 1000 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ. ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: a steel wire has a length of 90 cm which is under a constant tension of 100 Newton. Speed of the transverse wave that can be produced in the wire will be. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. അപ്പം നമുക്കൊരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫോംസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സോ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അപ്പോൾ നമ്മളൊരു സ്ട്രിങ് ടെൻഷനിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടാൽ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. അപ്പോൾ സ്ട്രിങ്ങിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ് v equal to √T/μ എന്നാണ്. T is the tension of the string ആണ്. ഇത് സപ്പോർട്ട് ഒരു സ്ട്രിങ് നമ്മൾ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ എന്തെങ്കിലും മാസം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വഴി നിൽക്കും. ജസ്റ്റ് തട്ടി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സോ ടെൻഷൻ 100 ന്യൂട്ടൺ, മാസ് തന്നിട്ടുണ്ട് 6 × 10⁻³ കിലോഗ്രാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ 6 × 10⁻³ കിലോഗ്രാം. ലെങ്ത് അതിലുണ്ട് 90 സെൻറ്റിമീറ്റർ, 0.9 മീറ്റർ. സോ മ്യൂ എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റിയാണ്. ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ ലെങ്ത് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മാസ് ബൈ ലെങ്ത്, മാസ് അറിയാം 6 × 10⁻³ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.9. അപ്പോൾ ലീനിയർ മാസ് ഡെൻസിറ്റി 6/9 × 10⁻² എന്ന് കിട്ടും ലീനിയർ മാസ് ഡെൻസിറ്റി. ദെൻ സ്പീഡ് ഓഫ് ദി വേവ് v equal to √T/μ ആണ്. √T ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ബൈ ലീനിയർ മാസ് ഡെൻസിറ്റി 6/9 × 10⁻². ആൻസർ 50√6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. So next question: the relation between time and displacement for two particles is given. y1 equal to 0.03 sin 2π 60t plus i1, y2 is equal to 0.06 sin 2π 30t plus i2. The ratio of intensity is I1 is y2 of the two waves generated by the vibrations of the two particles in the given medium will be. അപ്പോൾ രണ്ട് വേവ് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് I1 ഈസ് ടു I2 എന്ന് പറഞ്ഞാൽ A1² ഈസ് ടു A2² ആയിരിക്കും. ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.03, സെക്കൻഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.06 ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആകുമ്പോൾ ഫസ്റ്റ് വേവിൻ്റെ 0.03 ഹോൾ സ്ക്വയർ ഈസ് ടു സെക്കൻഡ് വേവിൻ്റെ 0.06 ഹോൾ സ്ക്വയർ വരും. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1:2. സോ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ് 1:2. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഇൻറ്റൻസിറ്റി ഓഫ് വേവ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4: a wave of frequency 500 Hz has a velocity 300 meter per second. The phase difference between the 2 points is 60 degree. Then the path difference is. ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വേവ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സോഴ്സിൽ എടുത്താൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണ് അവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വേവ് ഇങ്ങനെ പോവുകയാണ്, ഇതാണ് ഒരു വേവ് പോകുന്നത്, ഇതാണ് അടുത്ത വേവ് പോകുന്നത്, കണ്ടോ? ഇതാണ് അവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. ഡെൽറ്റ എക്സ് ഉദ്ദേശിച്ച് ഇതാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയും. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഫേസ് ആംഗിളാണ്, ആരത്ര ലീഡ് ചെയ്യുന്നു എത്ര ലാഗ് ചെയ്യുന്നുള്ളതാണ് ഫേസ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് സോഴ്സ് ഈ ഒരു പോയിന്റിൽ ഒരു വേവ് ഇവിടെ എത്തുന്നു, അടുത്ത വേവ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടു, ഇതാണ് അവരുടെ പാത്തിലുണ്ടാകുന്ന ഡിഫറൻസ്. ഇതിനെയാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുക, പാത്ത് ഡിഫറൻസ് എന്ന് പറയും. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പറയുന്ന പോലെ സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, കൊസൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, കണ്ടോ? സൈൻ 0-ൽ നിൽക്കുമ്പോഴത്തേക്ക് സൈൻ 0 0 ആണ്, കോസ് 0 എന്ന് പറയുന്ന 1 ആണ്.
സൈൻ 0 0 കോസ് 0 മാക്സിമം വരും. ഇപ്പോൾ സൈൻ മിനിമത്തിൽ നിൽക്കുമ്പം കോസ് മാക്സിമത്തിലാണ്. അപ്പോൾ കോസ് ലീഡ് ചെയ്യുക. ലീഡ് ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സിനെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഫ്രീക്വൻസി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. സോ ലാംഡ ഈക്വൽ ടു v/f. വി എന്ന് പറയുന്നത് 300, എഫ് 500. അപ്പോൾ 3/5 കിട്ടും. 3/5 കിട്ടും. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ വരുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് λ/2π ഇൻറ്റു ഡെൽറ്റ ഫൈ എന്ന് വരും. λ/2π ഇൻറ്റു ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ആ ഡെൽറ്റ ഫൈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് π/3 ആണ്. അപ്പോൾ λ/2π ഇൻറ്റു ഡെൽറ്റ ഫൈ, λ/2π ഇൻറ്റു ഡെൽറ്റ ഫൈയുടെ π/3 ഇട്ട് കൊടുക്കണം. ലാംഡയുടെ വാല്യൂ 3/5 ആണ്. ലാംഡയ്ക്ക് 3/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10 സെൻറ്റിമീറ്റർ കിട്ടും. സോ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. റിമെമ്പർ ദി ഫോർമുല ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു 2π/λ into path difference. Okay, so the option 1, first option is correct. The velocity of sound in air at 20 degrees Celsius and 180 pressure is 344.2 meters per second. The 4 degrees Celsius and 280 pressure, the velocity of sound in air is approximately. So velocity of sound in air ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ആദ്യം 180 ആയിരുന്നു, പിന്നെ 280 ആയിരുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് പ്രഷർ ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രഷർ കൂടിയാലും കുറഞ്ഞാലും വെലോസിറ്റി ഓഫ് സൗണ്ട് ചേഞ്ച് ചെയ്തില്ല. ദെൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. v = √γ(RT/m). ഗാമ എന്ന് പറഞ്ഞ കോയിഫിഷ്യൻ്റ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ടി ടെമ്പറേച്ചർ, എം മാസ് ആണ്. സോ v പ്രപ്പോൺ ടു √T. അപ്പോൾ ഇവിടെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷറിന് എഫക്റ്റ് ഉണ്ടായിരിക്കത്തില്ല, വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. സോ v പ്രപ്പോൺ ടു √T, v1/v2 = √T1/T2. സോ വെലോസിറ്റി v1 is equal to 344. T1 എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദാറ്റ് ഈസ് 293 കെൽവിൻ. T2 എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 313 കെൽവിൻ ആണ്. സോ ഇവിടുത്തെ v2 കണ്ടുപിടിച്ചാൽ മതി. v2 = v1 into √T2/T1. v1 എന്ന് പറയുന്നത് 344.2 into √T2/T1. 313/293. സോളിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 356 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർത്താൽ മതി, വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ, വെലോസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2100 MPa. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം v = √B/ρ എന്നുള്ളതാണ്. b എന്ന് പറയുന്ന ആൾ ബൾക്ക് മോഡുലസ് ഓഫ് ദി മീഡിയം, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി മീഡിയം ആണ്. ബൾക്ക് മോഡുലസ് വന്നിട്ടുണ്ട് 2100 ആണ്. സോ 2100 ടെമ്പറേച്ചർ 6/റോ എന്നത് ഡെൻസിറ്റി ആണ്. വാട്ടർ ആണ് മീഡിയം, വാട്ടർ ഡെൻസിറ്റി ടെമ്പറേച്ചർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1450 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇനി സോളിഡ് v/ρ ആണ്. സോളിഡ് ആകുമ്പോൾ y എന്ന് പറഞ്ഞാൽ എക്സ് മോഡുലസ് ആയിട്ട് വരും. എക്സ് മോഡുലസ് റോ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മീഡിയം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് √B/ρ ആണ്. ബി ബൾക്ക് മോഡുലസ്. ജനറലായിട്ട് നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എനി മീഡിയം എന്ന് പറയുന്നത് v = വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എനി മീഡിയം v = p/ρ എന്ന് എഴുതാം. p എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദാറ്റ് മീഡിയം. അത് സോളിഡ് ആകുമ്പോഴത്തേക്ക് അത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരും, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരും. അങ്ങനെയാണ് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആൻസർ 1450, ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗൻ പൈപ്പ് ഈസ് ക്ലോസ്ഡ് അറ്റ് one end and open at the other. What is the ratio of the frequencies of third and fourth fundamental mode of vibration? അപ്പോൾ ഇവിടെ തേർഡ് ആൻഡ് ഫോർത്ത് ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അറ്റ് one end. അടുത്ത എൻഡ് ഓപ്പൺ ആണ്. അപ്പം ഇങ്ങനെ ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് ഫണ്ടമെന്റൽ മോഡ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് f is equal to 10+1L divided by 10+1/4 അല്ല. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസീസ് ഓഫ് തേർഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് 3 കൊടുത്താൽ മതി. അതേപോലെ തേർഡ് ആൻഡ് ഫോർത്ത് ഫണ്ടമെന്റൽ മോഡ് ഓഫ് ഫ്രീക്വൻസി, അപ്പോൾ v3 is equal to
5v by 4l and ഫോർത്ത് വൺ എന്ന് പറയുന്നത് 7v by 4l എന്ന് പറയും. അപ്പോൾ പ്രോപ്പറായിട്ട് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കും, ആൻസർ കിട്ടും. സോ ഇത് ഡിവൈഡ് ചെയ്താൽ മതി. സോ v3 by v4. സോ ന്യൂ ആണ് ആക്ച്വലി നമ്മൾ v പോലെ കാണിച്ചിരിക്കുക കേട്ടോ, ഫ്രീക്വൻസി ആണ് ന്യൂ. സോ ആൻസർ 5/7 കിട്ടും. സോ v3 5v by 4l, v4 7v by 4l. അപ്പോൾ അതാണ് പ്രോപ്പർ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 5/7. നെക്സ്റ്റ് 2va has both ends open while 2b has one end closed. Otherwise they are identical ratio of fundamental frequency of 2a and b is. അപ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബോത്ത് എൻഡ് ഓപ്പൺ ആണ്, മറ്റേ ക്ലോസ് ഉണ്ട്. പറഞ്ഞാൽ ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പാണ്. ഓപ്പൺ പൈപ്പിൻ്റെ നമുക്കറിയാം പുറത്തിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി f/12, മറ്റേതിൻ്റെ f/4ലാണ്. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 2:1 കിട്ടും. ഇതിൽ ഡയറക്റ്റ് ഇക്വലൻസ് മാത്രമേ ഉള്ളൂ. ഓപ്പൺ പൈപ്പിൻ്റെയും ക്ലോസ്ഡ് പൈപ്പിൻ്റെ ആ ഇൻറ്റൻസിറ്റി റേഷ്യോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ നമ്മൾ സാധാ പോലെ തന്നെ വരുന്നത്, ഒരു സ്ട്രെച്ചിങ് സ്ട്രിങ് പോലെ തന്നെ ഓപ്പൺ പൈപ്പിൻ്റെ വരുള്ളൂ. ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോഴത്തേക്കാണ് ആ 4l എന്നുള്ള വരുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ 2:1. തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. So next question, equation of a stationary wave is given by y equal 0.5 sin 2π/3x cos 120 pi t. X and y are meter and t in seconds. Which of the following statement is wrong? Wrong statement ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്റ്റേഷനറി വേവ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേഷനറി വേവ് y equal 2a sin kx cos omega t എന്നാണ്. എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്, k പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. 2a sin kx cos omega t. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് 2π/λ. സോ k കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2π/3 equal to 2π/λ എന്ന് വരും. λ equal to 3. സോ വേവ് ലെങ്ത് ഓഫ് ദി വേവ് is 3. ദെൻ സ്പീഡ് ഓഫ് ദി വേവ്, അതിന് മുമ്പായിട്ട് ഫ്രീക്വൻസി ഓഫ് ദി വേവ് ചോദിച്ചിട്ടുണ്ട്, സ്പീഡ് ഓഫ് ദി വേവ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒമേഗ ഈക്വൽ ടു കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഒമേഗ 120 പൈ. സോ ഒമേഗ ഈക്വൽ ടു 2πf, f is equal to 60 ഹെർട്സ്. സോ ഫ്രീക്വൻസി ഓഫ് ദി വേവ് 60 ഹെർട്സ്, വേവ് ലെങ്ത് കറക്റ്റ് ആണ്. സ്പീഡ് ഓഫ് ദി വേവ് v equal to λf, f 60 λ3 180 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ അപ്പോൾ അവിടെ സ്പീഡ് ഓഫ് ദി വേവ് 180 മീറ്റർ പെർ സെക്കൻഡ് ആണ്, സ്പീഡ് ഓഫ് ദി വേവ് 90 എന്നുള്ളതാണ് റോങ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ഓഫ് എ സ്റ്റേഷനറി വേവ് ആണ്. ബൈ ഹാർട്ട് ചെയ്തിരിക്കണം 2a sin kx cos omega t. സ്റ്റേഷനറി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേവ് ഇങ്ങനെ തിരിച്ച് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So next question 10. Fundamental frequency of an open pipe is f0. Fundamental frequency when it is half filled with water. ആദ്യം ഇതൊരു ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പിൻ്റെ നമുക്കറിയാം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് f0 = v/12 ഇൻ എയർ ആണ്. അത് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. വാട്ടർ ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? അത് ബിക്കംസ് ക്ലോസ്ഡ്. വാട്ടർ ഫിൽ ചെയ്യുമ്പോൾ ആ പൈപ്പ് ക്ലോസ്ഡ് ആയിട്ട് മാറും. ഇത് ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറും. ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി f dash is equal to എന്തായിട്ട് മാറും? ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി v/4l ആണ്. പക്ഷെ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ്ഡ് അറ്റ് 1 inch അറ്റ് ലെങ്ത് l/2. l/2 ആയിട്ട് മാറും. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി e/4l, v/4. എല്ലിൻ്റെ പ്ലേസിൽ l/2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് v/12 ദാറ്റ്സ് ഈക്വൽ ടു f0. ഇപ്പോൾ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, f0.